ഞാൻ ഇത് പറഞ്ഞല്ലേ ചിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ചെൻ്റെ സ്കൂളിലോട്ട് പോവാ. പൊതിച്ചോറൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് രാവിലെ നമ്മൾ സ്കൂളിൽ പോകില്ലേ, അതുപോലെ ഞാൻ ഇന്ന് സ്കൂളിൽ പോകാൻ പോവാം. സത്യമായിട്ട് എനിക്കറിയില്ല, ഇന്നലെ ഞാൻ കിടന്നപ്പോഴത്തേന് ഞാൻ കുറേ സ്വപ്നം കണ്ട്. എൻ്റെ പഴയ സ്കൂളും ഗ്രൗണ്ടും ക്ലാസ് റൂമും നമ്മൾ പിള്ളേരൂടെ കളിക്കുന്നത് ഞാൻ എന്തൊക്കെയൊക്കെയോ കണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്നു എനിക്ക് സ്കൂളിൽ പോകാനായിട്ട്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുമായിരിക്കും, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, സ്കൂളിൽ പിള്ളേരൊന്നും കാണത്തില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ പോകണൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെയ്യുന്നത് പൊട്ടത്തരമാണോ മണ്ടത്തരമാണോ. എന്തായാലും ഈ കാര്യം അമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കാം, അമ്മയുടെ റിയാക്ഷൻ എന്തോന്നറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ചിരിക്കരുത്. രാവിലെ ഒന്നാമത് പനിയാ, ചിരിക്കാൻ വയ്യ. എനിക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ സ്കൂളിൽ പോകുന്നതല്ല, എനിക്ക് പൊതിച്ചോറൊക്കെ കെട്ടി എനിക്ക് യൂണിഫോം ഒക്കെ ഇട്ട്. അവിടുത്തെ യൂണിഫോം ഏതാ? യൂണിഫോം മേടിക്കണ്ട ഇവിടെ ഇല്ലേ? അത് ആ യൂണിഫോം ഒക്കെ മാറി. ആ യൂണിഫോം മതി എനിക്ക്, എന്റെ യൂണിഫോം മതി. അതെന്തേ ഇതുകൊണ്ടൊക്കെ തങ്ങാണ്ട് ഒരു സൈസ് ഉടുപ്പായിരുന്നു. അത് മതി, അത് ഇട്ടിട്ട് എനിക്ക് സ്കൂളിൽ പോണം. ഓ, ഞാൻ കൊണ്ടാക്കണോ? നിങ്ങൾ വാ. അതിനിപ്പോ സ്കൂൾ അവധിയല്ലേ? അത് കുഴപ്പമില്ല. അത് പോയാ കൊള്ളാൻ സാറുമാരിരിക്കുന്ന പിള്ളേരെ ഇടയിൽ പോയിരുന്ന് പഠിക്കണം. അത് വേണ്ട, അത് വേണ്ട. എനിക്ക് ജസ്റ്റ് ഞാൻ സ്കൂളിൽ പോകുന്നൊരു ഫീൽ എനിക്ക് വേണം, മനസ്സിലായോ? അതായത് ഞാൻ യൂണിഫോം ഇട്ട് ഞാൻ സ്കൂളിൽ പോയി, എനിക്ക് ആ പഴയ യൂണിഫോം ഒക്കെ ഇട്ട് പൊതിച്ചോറൊക്കെ കെട്ടി ബാഗിൽ ബുക്കൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ. അമ്മ എന്റെ പഴയ സൈക്കിളാ അമ്മ, എന്റെ സൈക്കിളാ. എന്റെ സൈക്കിൾ എന്ത് കൊടുത്താ? അത് പണ്ട് പൈസക്ക് ഭയങ്കര ഒരു ദാരിദ്ര്യം വന്നായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ആഗ്രഹക്കാരനത് കൊടുത്ത്. എന്റെ സൈക്കിള് പോയി. യൂണിഫോം എന്തി? എന്റെ യൂണിഫോം ഉണ്ട്. അതൊക്കെ 10-26 വയസ്സ് വരെ ഞാൻ യൂണിഫോം ഇട്ടിരിക്കുവന്ന്. എടാ മാറടാ അവിടുന്ന്. എന്ത് ചെയ്ത്? പൂങ്കോട്ട് സ്കൂളിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിറങ്ങി എത്ര നാളായി. വാ നോക്ക്, യൂണിഫോം എടുത്താ എനിക്ക്, അത് തേച്ചതാ. അമ്മ ചുമ്മാ അമ്മ ഉണ്ട്. അവിടെയൊന്നും ഇല്ല. നിങ്ങൾ എന്റെ യൂണിഫോം എടുത്ത് ആരെങ്കിലും കൊടുത്താ? ആർക്കും കൊടുത്ത അത് പന്നലായി പോയില്ലേ? ഏതാ തലങ്ങണക്കാത്ത ദൈവത്തിന്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആ യൂണിഫോം എടുത്താ, മര്യാദക്ക് എടുത്താ. അത് നീ ഇത് തിരക്കുമെന്ന് ആരറിഞ്ഞ? അത് എടുത്ത് ഉണ്ട്. എടാ എന്തുവാ കാപ്പി? എന്റെ ക്യാമറയൊക്കെ. യൂണിഫോം കിട്ടിയില്ല. എടാ ഇത് +2 യൂണിഫോം ഉണ്ടായിരുന്നു, അതെങ്കിൽ ഏതെങ്കിലും മതിയായിരുന്നു. ആരെങ്കിലും അറിയണ നീ ഇനി ഈ കുട്ടി ഉടുപ്പൊന്ന് തിരക്കുമെന്ന്? ഞാൻ അതെല്ലാം കൂടെ പണ്ടില്ല തലങ്ങണക്കകത്ത് കുത്തിക്കയറ്റി വെച്ച് ആ തലങ്ങണ ഞാൻ ഇവിടെ നോക്കി. ആ തലങ്ങണയൊക്കെ ഈ വീടുപണി സമയത്ത് തേച്ച എല്ലാം പെയിന്റ് ഒക്കെ അടിച്ച സമയത്ത് എല്ലാം വാരി കെട്ടി കളഞ്ഞ്. നീ ആ പഴയ ഉടുപ്പൊക്കെ പറക്കി വെച്ചോണ്ടിരിക്കൂടാ. നീ ഈ ഉടുപ്പിട്. ഈ വീട് പണിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ഒരുമാതിരി പച്ചക്കള്ള. അതല്ലടാ, ഇവിടെ പെയിന്റ് അടിച്ചില്ലേ, ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പെയിന്റ് അടിച്ചെല്ലാം വൃത്തിയാക്കിയില്ലേ ആ സമയത്ത്. എന്തായാലും നമുക്ക് തൽക്കാലം വേറൊരു യൂണിഫോം ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല ഇല്ലേ? സ്കൂളിൽ യൂണിഫോം മതിയല്ലോ. ഇതുപോലത്തെ ഷർട്ട് ആയിരുന്നു. ഇത് യൂണിഫോമിന്റെ ഒരു ഇതാ. പെട്ടെന്ന് റെഡിയാക്ക്, 9:00 പോണം സ്കൂളിൽ. ഇപ്പൊ തരാം. കുളിക്കും. ഉടുപ്പും പിന്നെ യൂണിഫോമും പാന്റും ജെട്ടി എടുത്തിട്ടോണ്ട് പോണേ. ജെട്ടി എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. കട്ടിൽ കളഞ്ഞിട്ട് പോവല്ലേ. എല്ലാം എടുത്തു പോയി. ടൈലൊക്കെ ബുക്ക് പുസ്തകം പറക്കി വെച്ചാ പണ്ട് അതൊക്കെ നോക്കുവായിരുന്നല്ലേ. ഇന്ന് എന്തൊക്കെ വിഷയമാണ് ഉള്ളത് നോക്കിയിട്ട് ബുക്കൊക്കെ എടുത്ത് നോക്കുവായിരുന്നു. നീ കുളിച്ചില്ലേടാ? തല മാത്രം നനച്ചാ? നീ കുളിച്ചാ? എടാ കൊച്ചു കുളിച്ചിട്ട് പോടാ, പഠിക്കാൻ പോവല്ലേ? കുളിച്ചിട്ട് പോ. എന്തൊരു ആക്ടിങ്, ഓവർ ആക്ടിങ് തള്ള. ഇവര് സത്യത്തിൽ ഇതടക്കുന്നല്ല പറയുന്ന. സമയം ഇത്രയായി, അവ ഇറങ്ങിയില്ല ഇതുവരെ കക്കൂസി. നീ എന്തൊരു കക്കൂസി താമസിച്ചിരിക്കുന്ന? ഇങ്ങനെയാണ് ഇവര് പറയുന്ന. ഇപ്പൊ അഭിനയിക്ക് നോക്കിയാണ്. ഇല്ല, നിങ്ങളെ പല്ലതാ. ആ മുടി ജോലി ചീപ്പി ഒതുക്കി വെച്ചോണ്ട് ആ വിജയ് സാർ എന്നെ അല്ലെങ്കിൽ വിളിക്കും. അത് ഉടനെ സാറ് എപ്പോഴും പറയും മുടി വെട്ടണേന്ന്. ആ മുടി ഒതുക്കി വെച്ചിട്ട് പോകാൻ. അത് സാറിന്റെ തന്നെ മുടിയില്ലാത്തോണ്ടാ. അയ്യോ ബെസ്റ്റ്, പഠിക്കാൻ പോകുന്നതിന് പല്ലോലും തേക്കാതെ തന്നെ കാപ്പി കുടിക്കുന്നത്. ഇവിടെ രാവിലെ കാപ്പി കുടിക്കുന്നത് എങ്ങനെയാണ്? കഴിക്കാതെ കുടിക്കുന്നത് പണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഇച്ചിരി വളർന്നതിന് ശേഷമല്ലേ
പിന്നെ പല്ല് വെച്ചിട്ട് കാപ്പി കുടിക്കുന്നേ? ശരിയാ, പണ്ട് ഇങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോഴേ കാപ്പി കുടിക്കുമായിരുന്നു അപ്പുറത്ത് വീട്ടിൽ വെച്ചിട്ട്. എന്നിട്ട് പറയും പല്ല് വെച്ചാൽ എരിയും പോലും കാപ്പി കുടിക്കാൻ. ഞാൻ ഇങ്ങനെ കേട്ടാ, ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കും. എന്തൊക്കെ അമ്മി മെനു? മീൻ പൊരിച്ചത്, പിന്നെ മുട്ട, തോരൻ, ചമ്മന്തി. പക്ഷെ ഇത് അല്ലായിരുന്നു നേരത്തെ എന്റെ ഒരു വേറൊരു അങ്ങ് അറ്റത്ത് ഒരു സ്റ്റീലിന്റെ ക്ലിപ്പുള്ള അതായിരുന്നു. അത് എന്തിയാ എന്റെ അതൊക്കെ പോയി. എന്റെ എല്ലാം അവിടെ ഇവിടെ കളഞ്ഞ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ എന്റെ മക്കളൊക്കെ ജനിക്കുമ്പോ അവർക്ക് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. ഇത് അച്ഛൻ തിന്ന പാത്രമാണ്. നിങ്ങളെങ്കിലും അതൊക്കെ സൂക്ഷിച്ചു വെക്കും കേട്ടോ പിള്ളേരെ. നാളെ സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. ചിലപ്പോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ഒരു പുച്ഛം തോന്നുമായിരിക്കും. അയ്യേ ഈ മാമനല്ല ഈ ചേട്ടൻ എന്തോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പുച്ഛം തോന്നുമായിരിക്കും. പക്ഷെ അത് നിങ്ങൾ വളർന്ന് എൻ്റെ ഒരു പ്രായത്തിലാവുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ എൻ്റെ വിഷമം. സ്കൂളിൽ പോകുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക, പഠിച്ചില്ലെങ്കിലും അടിച്ചു പൊളിക്കുക. പഠിച്ചില്ലേലും പ്രശ്നമില്ല, നമ്മൾ കൂടുതലും മെമ്മറീസ് ഉണ്ടാക്കുക, എന്നും ഓർക്കണം. കൊച്ചു താഴ്ന്ന് പിന്നെ പിള്ളേർ പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നിട്ട് ചേച്ചി അതിപ്പോഴും നമ്മളറിയാം. എന്തായാലും പോയി കുളിക്കട്ടെ കേട്ടോ, സമയം പോയി. തേച്ച് കറക്റ്റ് സ്കൂളിൽ പോകണമെന്നൊക്കെ തോന്നുന്നു എനിക്ക്. ആപ്പിക്കുട്ട ഞാൻ സ്കൂളിൽ പോവാ. ഇല്ല കുളിക്കുക. ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. അയ്യോ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. ശരിക്കും സ്കൂളിൽ പോകണം. യൂണിഫോം ഇതല്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അന്ന് ഞങ്ങൾക്ക് ക്രീമൊന്നും ഇല്ല കേട്ടോ, അന്ന് ഫുള്ള് പൗഡറാണ് ഇടുന്നത്. ഫെയർ ലവ്ലി ഉണ്ടായിരുന്നല്ലേ കൊച്ചുനാളി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു അത്. അത് മുഴുവൻ മണക്കുണ്ട്. ഓക്കെ ഗൈസ്, അമ്മ ലഞ്ച് ബോക്സ് റെഡിയാക്കുക കേട്ടോ. ഞങ്ങൾക്ക് ടിഫിൻ ബോക്സ് ഒന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ഓൺലി ലഞ്ച് ബോക്സ് മാത്രം. കൂടുതൽ ഇലയിലായിരുന്നു കൊണ്ടുപോകണത്. പാത്രത്തിൽ അന്ന് എനിക്ക് എളുപ്പം പാത്രത്തിൽ കൊടുത്തുവിടാനാ, പക്ഷെ അവന്മാർ കൊണ്ടുപോകത്തില്ല, പാത്രം കഴുകണം. ശരിയാ, ഇലയിൽ കൊച്ചിലെ കൊണ്ടുപോയിരുന്നു, 8 കൊച്ചിലെ കൊണ്ടുപോയിരുന്നു. ഇനി ബുക്കൊന്നും ഇല്ല കേട്ടോ. ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക മാന്ദ്യം വന്നായിരുന്നു ഈ 10ാം ക്ലാസ് +2 കഴിഞ്ഞപ്പോഴേ. അങ്ങനെ എല്ലാം കൂടെ പറക്കി കൊടുത്ത് ബുക്കൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഒരു ഇത് എന്തൊക്കെ ബുക്കാണോ എന്തോ, ഇത് ലോഗ് ബുക്കും കണ്ട അതായത് വെച്ച്. ചോറ് മുഖ്യം. വെള്ളം എടുത്ത് വെക്ക്. വെള്ളം വെക്കുന്ന സൈഡ് ഇല്ല, അതില്ല, അത് അകത്ത് വെക്ക്. ഞാൻ സ്കൂളിൽ പോട്ടെ. അയ്യോ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ID കാർഡ് ഇവിടെ കിടന്നാൽ മതി. അത് നമ്മൾ കഴിച്ചു കിടന്നില്ല. മഴ വരുന്നു. മുട്ടായി മേടിക്കാൻ പൈസ പൈസ നാളത്തെ കൂടെ വെച്ചേക്കണം കേട്ടോ, 5 രൂപ ഉണ്ട്. അമ്മ ഇന്ന് മഴ പെയ്യുന്നു, നാളെ സ്കൂളിൽ പോയാല. അല്ല ഇന്നിപ്പോ മഴ പെയ്യുന്നു കേട്ടോ. എന്തല്ലേ പോണേ കാറില്. നടന്നു പോ. പരീക്ഷയുടെ പേപ്പർ അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഒപ്പിട്ട് കൊടുത്ത്. ഞാൻ കെട്ടി ചോറെടുത്ത് വിടണം. നീ ഒപ്പിട്ട് തനിയെ ഒപ്പിട്ട് കൊടുക്കുന്നതിന് ഞങ്ങള് ഈ ജീവിച്ചിരിക്കുന്ന അമ്മക്കറിയത്തില്ല ഒപ്പിടായി. അതിന് നിങ്ങളുടെ ഉപ്പ എനിക്ക് അറിയാലോ ഇടായി. ഇന്ന് സ്കൂളിൽ PT മീറ്റിംഗ് കേട്ടോ, അതുകൊണ്ട് അമ്മയും വരുന്നുണ്ട്. അമ്മയും കൂടെ കൊണ്ടു ചെല്ലണേന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും സാറിൻ്റെ. അതുകൊണ്ട് അമ്മയെ റെഡി ആവുക. ആദ്യമായിട്ടാ PT മീറ്റിംഗ് കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുക. സ്കൂളിൽ എത്തി കേട്ടോ, എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്കൂള്. നേരത്തെ മറ്റേ ഇലക്ഷൻ്റെ സമയത്ത് വന്ന് വോട്ടിടാൻ വന്നപ്പോഴത്തേനും വന്നായിരുന്നു. ഏറ്റിറങ്ങാം, കുഴപ്പമില്ല. കുമാരണ്ണനെ കാകത്തുള്ളൂ തോന്നുന്നു. അതിൻ്റെ വാക്കിൽ കേട്ടോണ്ട് ഞാൻ അടച്ചിട്ട് കയറ്റൊക്കെ തോന്നും.
ഹേ ഗൈസ്, അപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂള്. അസംബ്ലിക്ക് എവിടെയാണ് തലയിറങ്ങി വീണ്? ഇവിടെയായിരുന്നു ഞങ്ങളുടെ അസംബ്ലി ഇരിക്കുന്ന സ്ഥലം. ഞാൻ ഒരു വട്ടം കണ്ട് തല ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട്. അയ്യോ സത്യം പറഞ്ഞില്ല, ഞാൻ സ്വപ്നം കണ്ട സംഭവം വലിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ശരിക്കും ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇന്നലെ സ്വപ്നമൊക്കെ ഉണ്ട്, ഇന്നത് സാധിച്ചു. അയ്യോ എൻ്റെ സ്കൂൾ ഗൈസ്. അവിടെ ചെന്ന് ഈശ്വര പ്രാർത്ഥനയല്ലേ, പോ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരനാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അയ്യോ അങ്ങോട്ടൊക്കെ നടക്കാം ബാ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേന് ഈ മരമൊക്കെ ഉണ്ടല്ലോ നട്ടിട്ടേ ഉള്ളായിരുന്നു. ഈ മരമൊക്കെ ഇപ്പം വളർന്ന് വലുതായി. അത് അത്രയും വളർന്ന്, നീ ഇത്രയല്ലേ വളർന്നോളൂ. ഞാൻ വളർന്നില്ലെന്ന്. അയ്യോ രസമുണ്ട് കേട്ടാ. പിന്നെ ഇത് വേണ്ടേ, വാ വാ വാ. ഇതാണ് ഹെഡ് മാസ്റ്ററിൻ്റെയൊക്കെ റൂം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്. ഞങ്ങൾ സ്കൂളിൽ കയറുന്നത് ഈ മെയിൻ ഗേറ്റ് വഴിയല്ല, ആ കാണുന്ന ഞങ്ങൾ കയറുന്ന അവിടെ കണ്ടോ ആ മതിലപ്പൊക്കം കുറഞ്ഞ അതുവഴി ചാടി കയറും. രാവിലെ വരും, അതായത് ഒരു 8 മണിയാകുമ്പോഴത്തേനും സ്കൂളിൽ വരും നേരത്തെ. എന്നിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. സകലമാന അപരാധം എഴുതി വെക്കുന്നത് ബാത്റൂമിലാണ്. ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇപ്പോഴത്തെ എൻ്റെ പണി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അതെൻ്റെ പൈപ്പൊക്കെ എടുത്തിട്ടേക്കണം. അയ്യോ ഞങ്ങളുടെ ബാത്റൂമിൽ കയറാൻ പറ്റത്തില്ല. ഒരു നാറ്റവും പിന്നെ ഫുള്ള് പടം വരെയായിരുന്നു, ചിത്രരചന. ഇപ്പോൾ കുഴിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. ബാത്റൂമിൻ്റെ ഒക്കെ പണി കിടക്കുവാണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ 10ാം ക്ലാസ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ 10ാം ക്ലാസ് കേട്ടോ. ഇവിടെയായിരുന്നു ഞാൻ ഇരിക്കണം, സെൻറ്റർ. ഇവിടെയായിരുന്നു ഞാൻ ഇരിക്കുന്നത്. ഈ സൈഡിൽ പെൺപിള്ളേരായിരുന്നു, ആ സൈഡ് പെൺപിള്ളേർ. അവിടെ ഒരാളുണ്ടായിരുന്നു. അയ്യോ കട്ട നെസ്റ്റ് കേട്ടാ. ഇത് എൻ്റെ ബെഞ്ച് ഇതൊന്നും അല്ലായിരുന്നു, പക്ഷെ സെയിം ഇതുപോലത്തെ സാധനം തന്നെ ആയിരുന്നു, പക്ഷെ ബെഞ്ച് ഇതല്ല. ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. ആരും പരസ്പരം കോണ്ടാക്റ്റ് ഇല്ല, സംസാരിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ലല്ലോ. പിന്നെ വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ കല്യാണത്തിന് വെച്ചിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും അവരോരോ കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പരാതി പറയും, അവരെന്നെ വിളിക്കുന്നില്ല. അത് അവരിത് തന്നെയല്ലേ ചിന്തിക്കുന്നത്, ഞാൻ ആരും വിളിക്കുന്നില്ല. അതൊക്കെ ഒരു കാലം, അത് കഴിഞ്ഞു. ഇനി ഈ കാലവും കഴിഞ്ഞു പോകില്ലേ. നിനക്ക് ഇനി ഇതുകൊണ്ട് സ്കൂളിൽ വരാൻ പറ്റുന്നത്? ഐ മിസ് യു മൈ ക്ലാസ് റൂം. ടാറ്റ ബൈ. മൊത്തം 3 നിലയുണ്ട് കേട്ടോ. അയ്യോ ഇവിടെ ഞാൻ ചോറും കൊണ്ട് ഇവിടെ കയറി വരുമായിരുന്നു. പ്രവീണിന്റെ ക്ലാസ് ഇവിടെ ഇതായിരുന്നു എൻ്റെ 9ാം ക്ലാസ്. അയ്യോ അമ്മ, എൻ്റെ 9ാം ക്ലാസ്. ഇപ്പോൾ മറ്റേ ഇതൊക്കെ വെച്ചു, മറ്റേ ക്ലാസ്സിലെ അതുണ്ടോ, ഇത് മറ്റേ പ്രൊജക്ടറൊക്കെ വെക്കാനുള്ള സംഭവം കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. സ്മാർട്ട് ക്ലാസ് ഒക്കെ ആക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ലവറങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ട്രൈയിങ് ഉണ്ടായിരുന്നു, ഓൺ സൈഡ് ലവ് ആയിരുന്നു അപ്പോൾ എനിക്ക്. അതുകൊണ്ട് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ ചെടായിപ്പാറ കാണാൻ പറ്റും. വേണ്ട, ഏറ്റവും ബെസ്റ്റ് വ്യൂ ഇതാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള. അടിപൊളിയല്ലേ? ഇനി ഇതിൻ്റെ ടോപ്പിൽ പോകുമ്പോൾ ഇതിൽ നിന്ന് നല്ല വ്യൂ ആണ്. ബാ 5ാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയം പോവാം. ഓക്കെ, ഒരു പടിയും കൂടെ മണ്ടേ കയറി കഴിഞ്ഞാൽ എൻ്റെ 5ാം ക്ലാസ്സൊക്കെ. ഏറ്റവും മണ്ടയിലായിരുന്നു 5ല്. എൻ്റെ സന്തോഷം കൊണ്ട് എക്സ്ട്രീം ലെവൽ ഓഫ് സന്തോഷം. എനിക്ക് എന്താ പറയേണ്ടത് അറിയത്തില്ല കേട്ടോ. അന്ന് വോട്ടിടാൻ വന്നിട്ട് പോയപ്പോഴേ എനിക്കിതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്ന് ക്ലാസ്സിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി
ഇരിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് പോണോടെ ഞാൻ പഠിച്ച സ്കൂളിൽ. ഓക്കെ ഗൈസ്, വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ? ബാ, എൻ്റെ 5ാം ക്ലാസ് കാണിച്ചു തരാം. എനിക്കറിയണേ, അമ്മയിൽ ഉണ്ടാക്കണം ഗൈസ്. ശരിക്കും പറഞ്ഞാലേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതുപോലൊക്കെ വരുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്കറിയത്തില്ല. നിങ്ങൾ പോയി അതൊക്കെ ഫീൽ ചെയ്യും വല്ലപ്പോഴും ഒക്കെ. ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ പിള്ളേരൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും പോയി കാണാൻ പറ്റും. സോ ഇതാണ് എൻ്റെ 5ാം ക്ലാസ്. അത് കുറ്റിയിട്ടേക്കാണ്. ഇത് കുറ്റിയിട്ടേക്കാ. തുറന്നാ? ഇല്ല, ഇതിൻ്റെ 2 ഡോറുണ്ട്. ഇവിടെയും കൂടെ ഒരു ഡോറുണ്ട്. ഇല്ല, തുറന്നിട്ടുണ്ട്. തുറക്കാം. ഇവിടെ തുറന്നിട്ടുണ്ട്. ഇതിപ്പോഴും 5ആടാ അതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നത്. ഇതിപ്പോഴും 5ാം ക്ലാസ്സാണ്. ഒന്നുമില്ല ഡെസ്കും. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, രാജേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. അവൻ്റെ സ്ഥലം വന്നിട്ട് കോഴിക്കോടോ പാലക്കാടോ എവിടെ കണ്ടായിരുന്നു. ഹോസ്റ്റലിൽ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു 5ൽ. പക്ഷേ അവൻ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ അവൻ മാറിപ്പോയി, അവൻ്റെ നാട്ടിൽ പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എവിടാന്നും എനിക്കറിയത്തില്ല. വീഡിയോ കാണുവാണെങ്കിൽ മെസ്സേജ് അയക്കേട്ടാ, എനിക്കല്ലാതെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്കൊരു വഴിയില്ല. കാറ്റ് നോക്കിയേ, നല്ല കാറ്റാണ്. ഇതൊക്കെ വന്ന് ഫീൽ ചെയ്യേണ്ട സംഭവം. അയ്യോ, നല്ല കാറ്റടാ. നല്ല കാറ്റമ്മ. ഞങ്ങൾ ക്ലാസ് ഇരിക്കുമ്പോൾ ചൂടൊന്നുമില്ല, ഇതുപോലെ എപ്പോഴും. ഓക്കെ ഗൈസ്, നമുക്കിനി ചോറ് കഴിക്കാം. സാർമാരും ഇല്ലാത്തോണ്ട് എന്തോ അല്ലേ, ഒരു എനിക്ക് വട്ടാണെന്ന് വിചാരിക്കല്ലേ ഗൈസ്, പ്ലീസ്. ഇതാരും ഇതുപോലെയൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കെന്ത് തോന്നി, എനിക്ക് വരണമെന്ന്. എനിക്ക് കുറേ നാളും കൊണ്ടേ ഉണ്ടായിരുന്നു. അന്ന് വോട്ട് ചെയ്തിട്ട് പോയപ്പോഴായാലും വീട്ടിൽ ചെന്നിട്ട് എനിക്ക് വരണം, കുറേ നേരം ഇവിടെ ഇരിക്കണം, എനിക്ക് ക്ലാസ്സിലെല്ലാം കയറണം, ഇങ്ങനെ നടക്കണം. എന്തോ എനിക്കത് തോന്നി, അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര ഹാപ്പി, ഭയങ്കര. നിങ്ങൾ ചിരിക്കുന്നുണ്ടാ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് ചിരിയാണോ വിഷമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വല്ലാത്തൊരു ഫീല്, പക്ഷെ ഭയങ്കര ഹാപ്പി. നീ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ എനിക്കും എൻ്റെ സ്കൂളിൽ പോകണമെന്ന് തോന്നുന്നു. ഞാനും പോവാ. സാധാരണ ഞങ്ങൾ ഇവിടെ നിന്ന് 5ലൊക്കെ പഠിക്കുമ്പോൾ ഇവിടേക്ക് ഇരുന്ന് കഴിക്കുമായിരുന്നു. ഹായ് വട്ടാരത്തേക്ക് എനിക്കയ്യ. വട്ടാരത്തെ എൻ്റെ മീൻ പൊരിച്ചത്, വട്ടാരത്ത് ഇങ്ങോട്ട് വെക്കാം. എൻ്റെ ചമ്മന്തി കറക്റ്റ് അമ്മ അത് കണക്ക് തന്നെ ഉണ്ടാക്കി തന്നല്ലേ. അയ്യോ അമ്മ, കറക്റ്റ് ആ മണം. അയ്യോ കറക്റ്റാ പണം ഗൈസ്. കട്ട നൊസ്റ്റാൾജി അടിക്കുന്ന കേട്ടോ. നൊസ്റ്റാൾജിയിൽ ഞാൻ ജീവിക്കുന്നത് ഗൈസ്. കുഴച്ച് ഒരു 10-18 വർഷം ഒന്ന് ബാക്കിൽ പോയി. 18 വർഷം അത്രയില്ല എനിക്ക്. എന്നാലും ചിലപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് മേടിച്ചതിൻ്റെ ഇഷ്ടമായിരുന്നു. ഈ കുമാരണനൊക്കെ ഉണ്ടാക്കുന്നത്, കുമാരണനും വൈഫും അവർ രണ്ടും കൂടെ ചോറൊക്കെ ഉണ്ടാക്കുന്നത് നല്ലോണം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ തീർത്ത്. അപ്പോൾ ഈ അമ്മ തക്കാലം അമ്മയുടെ സ്കൂളിലാണ് അങ്ങോട്ട് വിചാരിക്കും, മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് കഴിക്കും. വേറെ അടിപൊളി, നല്ല ടേസ്റ്റ് അല്ലേ? നമ്മളിങ്ങനെ വന്ന് കഴിക്കുമ്പോഴേ എന്നെ മിക്ക ദിവസം പിടിച്ച് ഇവിടെ നിർത്തുമായിരുന്നു കേട്ടാ. ഞാൻ ഭയങ്കര കുരുത്തം കെട്ടായതുകൊണ്ട് മിക്ക ദിവസം സാറ് ചന്തിക്ക് അടിയിൽ നിന്നിട്ട് എന്നെ പിടിച്ച് ഇവിടെ ഇങ്ങനെ നിർത്തും. എൻ്റെ ക്ലാസ് ടീച്ചർ ഭയങ്കര എനിമിയായിരുന്നു എൻ്റെ പണ്ട്. അപ്പം അതൊന്നും കേട്ടാ. ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. ഇത് കാണിച്ചു കോർട്ട് കളിക്കുന്ന ഇതൊക്കെ ബാസ്കറ്റ് ബോൾ കോർട്ടാണ് കേട്ടോ. ഇതിവിടെയൊക്കെ നമ്മൾ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പം കളിക്കാനൊന്നും ആരുമില്ല. അതുപോലെ ഇപ്പോൾ പഴയ പോലെ അല്ല, പിള്ളേർ ഭയങ്കര കുറവാണ്, കുട്ടികളൊക്കെ കുറവാണ് സ്കൂളിൽ. ഞങ്ങൾ പഠിക്കുമ്പോഴത്തേന് 3 ഡിവിഷൻ ഉണ്ടായിരുന്നു, ABC. ഇപ്പം Aയും Bയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് മൈ
സ്കൂൾ ജെംസ് ഹൈസ്കൂൾ പൂങ്ങോട്. ജോലിക്ക് ആളുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ അതുണ്ടായിരുന്നു. എന്തരതാ ഇല്ല അവക്കാട അവക്കാടൊന്നും അല്ല, അത് എന്തരൊക്കെ കായ. ഏകദേശം ഇപ്പം എന്തായാലും അത്രേ ഉള്ളൂ. ഇനി നേരെ വീട്ടിൽ പോകാം കേട്ടോ. ഭയങ്കര ഹാപ്പി. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ അത്ര ഞാൻ ഹാപ്പിയാണ്. പഴയ കുറേ ഓർമ്മകൾ കിട്ടി. സോ ഹാപ്പി. ഇനി ഒരു ദിവസം അമ്മേനെ ഞാൻ കൊണ്ട് അമ്മയുടെ സ്കൂളിലും പോവാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ, ബൈ ബൈ.